യെസ് ഓക്കെ ഫ്രണ്ട്സ്, എനിക്കറിയാം നാളെ തൊട്ട് പരീക്ഷ കാര്യങ്ങളൊക്കെ തുടങ്ങണേ. എല്ലാവരും ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളൊക്കെ എന്നറിയാം. ഒരു 5 മിനിറ്റ് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും ഒന്ന് ചുമ്മാ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഒരു അസംഷനാണ് പറയണേ. നോർമലി ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾ മാക്സിമം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് എല്ലാം വായിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. നോർമലി 30 മാർക്കായിരിക്കും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ആദ്യത്തെ 20 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്കറിയാലോ. മോസ്റ്റ് പ്രോബബ്ലി CRI 1, 2, 3, 4 ആ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കുക. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റർ, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നോർമലി നമ്മൾ തന്നിരിക്കുന്ന നോട്ട്സും കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ 2 ടേമായിട്ട് പുതിയ വരുന്ന ട്രെൻഡ്, അവസാനത്തെ 10 മാർക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ അവസാനത്തെ 10 മാർക്ക് ഒരു പ്രോബ്ലം പോലെയാണ് ചോദിക്കണേ. അതിനകത്ത് ഇപ്പോൾ നോർമലി ഇപ്പോൾ കഴിഞ്ഞ 2-3 തവണയായിട്ട് കണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പം ഇന്റർമീഡിയറ്റിനകത്തുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മറ്റേ ഡെപ്റ്റേഴ്സ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് പേയബിൾ, ആ സാധനം ഒന്ന് നോക്കുക. പിന്നെ ഒരു ചാൻസ് ഉള്ളത് മറ്റേ നമ്മുടെ മാർജിനൽ കോസ്റ്റിൻ്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെയും ബേസിക് ഇക്വേഷൻസും കൂടെ ഒന്ന് നോക്കി വെച്ചേക്ക്. മേ ബി ആ 10 മാർക്ക് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. മനസ്സിലായി? കാരണം MTPക്കകത്തൊക്കെ അങ്ങനെ ചെറുതായിട്ടൊന്ന് കയറി വന്നായിരുന്നു. അതുകൊണ്ടാണ്. സോ ആ മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, മറ്റേ PV റേഷ്യോ കണ്ടുപിടിക്കാൻ, MOS കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെയും മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫസ്റ്റ് ലോട്ട് ഫുൾ കോസ്റ്റ് ഓഡിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ആ പറയുന്ന പോലെ ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജോ ബെനിഫിറ്റോ ഏതെങ്കിലും ഒരു കോസ്റ്റ് ഓഡിറ്റിംഗ് ആയിരിക്കും. നമ്മുടെ വീഡിയോയ്ക്കകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ കീ വേർഡ്സുകളൊന്ന് ഓർത്ത് വെച്ചാൽ ആ 7 മാർക്കിൻ്റെ നിങ്ങൾക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ചോദിക്കുന്നത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും. കഴിഞ്ഞ തവണ ചോദിച്ചത് ലേബറാണ്. സോ ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് മെറ്റീരിയലാണ്. സോ ആ മെറ്റീരിയൽസിനകത്തുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിയേക്ക്. അതിനകത്ത് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു 100 അബ്നോർമൽ കോസ്റ്റ് ഒക്കെ വന്നൊരു സാധനം. അതൊന്നും കൂടെ ഒന്ന് നോക്കിയേക്ക്. കഴിഞ്ഞ തവണ ലേബർ ചോദിച്ചതുകൊണ്ട് ഇപ്രാവശ്യം മെറ്റീരിയൽ ചോദിക്കാനാണ് സാധ്യത. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ നമുക്ക് ചോദിച്ചിരിക്കുന്ന വാല്യൂ ഓർഡർ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മിക്കവാറും റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക. സോ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കരുത്. നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലമായിട്ട് ചെയ്ത കാര്യങ്ങൾ ആ മെറ്റീരിയൽ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് ആ ചേഞ്ച് ഇൻ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം അല്ലേ, അതൊന്ന് നോക്കിയേക്ക്. മോസ്റ്റ് പ്രോബ്ലി ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും ചോദിക്കണേ. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മാനേജ്മെന്റ് ഓഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഒരു ഓഡിറ്റിംഗ് പഠിച്ചില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും 7 മാർക്കിന് ചോദിക്കും. അതേപോലെ തന്നെ ചെക്ക് ലിസ്റ്റും കൂടെ ഒന്ന് നോക്കി വെച്ചേക്ക്. ആ ചെക്ക് ലിസ്റ്റിനകത്തും ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് ലിസ്റ്റ് ചോദിക്കും. അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ആ മെറ്റീരിയൽ ഒന്ന് ഫോക്കസ് ചെയ്യുക, റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്യുക. ആ പ്രോബ്ലംസിനകത്ത് നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ റോയൽറ്റി ഓൺ സെയിൽസ്, പക്ഷേ അത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ എടുത്തേ. ആ പ്രോബ്ലംസ് ഒന്ന് നോക്കുക. ഓക്കെ, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, വർക്ക് ബുക്ക് വന്നിട്ടുണ്ട്. അത് എത്ര പേര് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സൈറ്റിനകത്ത് തന്നെ കിടപ്പുണ്ട് വർക്ക് ബുക്ക്. അതില്ലാത്ത ആൾക്കാർ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അത് അയച്ചു തരാം. ഒരു അരമണിക്കൂറിൽ കൂടുതൽ നോക്കാനുള്ളതില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ചാപ്റ്റർ നമ്പർ 2 വർക്ക് ബുക്കിനകത്ത് സർട്ടൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ വർഷം എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റ് ഒന്ന് നോക്കണേ. എന്തൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ സജഷൻസ് വരണേ അല്ലെങ്കിൽ ഈ പറയുന്ന കോസ്റ്റ് കൂടണേന്ന് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ആ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആ ഫോർമാറ്റിനകത്തുള്ള കാര്യങ്ങളൊന്ന് ചെയ്താൽ മതി. അതായത് ഒരു അരമണിക്കൂർ പോലും സ്പെൻഡ് ചെയ്യേണ്ട ആ വർക്ക് ബുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. അതർവൈസ് പിന്നെ വേറെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. മാനേജ്മെന്റ് ഓഡിറ്റിംഗ് ആണെങ്കിലും ഇന്റേണൽ ഓഡിറ്റിംഗ് ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ബി കൂളായിരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഓക്കെ, 100% ദാറ്റ് മീൻസ് 100 മാർക്കിന് നിങ്ങൾ ആൻസർ ചെയ്യണം. നിർബന്ധമായിട്ടും ആൻസർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവൈലബിൾ ആയിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ എന്ത് ചോദിക്കുവാണെങ്കിൽ, ഡിസ്ക്ലോഷേഴ്സ് ചോദിക്കുവാണെങ്കിൽ, നമ്മുടെ നോർമൽ എക്സംഷൻ ഇല്ലേ, അബ്നോർമൽ കോസ്റ്റ്, പെനാൽറ്റി, ഡിമറേജ് ചാർജസ്, അവിടെ നമ്മൾ നോർമലായിട്ട് എഴുതുന്ന ആ എക്സംഷൻസ് എന്തൊക്കെയാണോ അതിന് ഡിസ്ക്ലോഷർ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടില്ല, കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ചോദിച്ചിട്ടില്ല. സോ ഇപ്രാവശ്യം കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് 4 ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതും വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. മറ്റേ മെറ്റീരിയലൈസേഷൻ ആണെങ്കിലും പ്ലാനിങ് ആണെങ്കിലും എവിടെ പഠിച്ചത്, നമ്മുടെ 5th ചാപ്റ്ററിൽ പഠിച്ച അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കഴിഞ്ഞ തവണ ചോദിച്ചത് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റർ. സോ ഇപ്രാവശ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത് നമ്മുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ഇല്ലേ, അതൊന്ന് നോക്കിയേക്ക്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ്. ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്, സ്കോപ്പ്, അങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കും. മേ ബി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ ആയിരിക്കും.
ആൻഡ് മെറ്റീരിയലിൻ്റെ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം, ആൻഡ് അതേപോലെ തന്നെ ഏതിൻ്റെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. ഇത് മൂന്നുമാണ് നമുക്ക്, അല്ലെങ്കിൽ ഇത്രയും ഏരിയയാണ് നമുക്കത് എന്തായാലും നോക്കേണ്ടത്. അതേപോലെ തന്നെ 7 മാർക്കിന് ഹോസ്പിറ്റലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. അതേപോലെ തന്നെ 7 മാർക്കിന് നമ്മുടെ ചെക്ക് ലിസ്റ്റ് ചോദിക്കും. ചെക്ക് ലിസ്റ്റ് പഠിക്കുന്ന നേരത്ത് നമ്മുടെ ആ യൂട്ടിലിറ്റീസ് ഇല്ലേ, ആ 4 അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഞാൻ ഒരു ഫൈനൽ ഇതായിട്ട് പറയണേ, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരുടെ അടുത്തും ഇതിന് വേണ്ടിയിട്ട് പറയണേ. ആ 15 മിനിറ്റ് വളരെ കൂളായിട്ടിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും 100 മാർക്കിന് എഴുതാൻ പറ്റാവുന്ന രീതിയിലേ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല. അടിപൊളിയാക്കുക. ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ വർക്ക് ബുക്ക് ഇതുവരെ നോക്കാത്ത ആൾക്കാരാണെങ്കിൽ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു അരമണിക്കൂർ കൂടുതൽ വേണ്ടി വരില്ല. അപ്പോൾ ആ വർക്ക് ബുക്കിനകത്തുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, സോ എഫക്റ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ നാളെ പരീക്ഷ കഴിഞ്ഞ്, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, നാളെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് അടുത്ത എക്സാമിന് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഒരു ക്യുക്കായിട്ടുള്ള റിവിഷൻ പോലെ നമുക്ക് മറ്റേ ഏതിനകത്ത് വാല്യുവേഷൻസിനകത്താണെങ്കിലും CFRനകത്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് പൊളിക്കുക. നമുക്ക് ജയമല്ല, നമുക്ക് മിനിമം എക്സംഷൻ എങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ബൈ.